ആരവം കേട്ടിടാറായി, കർത്തരിൻ കാഹളം ധ്വനിച്ചിടാറായി. ദൂതരിൻ ആരവം കേട്ടിടാറായി, കർത്തരിൻ കാഹളം ധ്വനിച്ചിടാറായി. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നമ്മെ വീണ്ടതാം യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. നമ്മെ വീണ്ടതാം യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. അക്കരെ നാട്ടിലൻ വാസമേകിടാൻ അൻപിടും നായകൻ വന്നിടാറായി. So I want to entitle the message this afternoon, Jesus Christ, Emmanuel, God's living presence with us today. നമ്മുടെ ധ്യാനത്തിന് ആധാരമായ ചിന്താവിഷയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ മകൻ, നമ്മോട് കൂടിയുള്ള ദൈവ സാന്നിധ്യം എന്നുള്ളതാണ്. For all who have an evangelistic calling, I want to ask the question, do we still have good news? ദൈവവേലയ്ക്ക് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി വിളിക്കപ്പെട്ട നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇപ്പോഴും സുവിശേഷത്തിനായുള്ള വിളി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടോ? Do we still have good news? നമ്മിൽ ഒരു സദ്വർത്തമാനം നൽകുവാൻ തക്കവണ്ണം നാം സജ്ജരാണോ? I think to be more specific, where is God when man is in pain? മനുഷ്യൻ വേദനിക്കുന്ന ഇടത്ത് ദൈവ സാന്നിധ്യം നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? Where is God when man is still in pain? Do we still have good news? മനുഷ്യന്റെ വേദനയിൽ ദൈവത്തിന്റെ സദ്വർത്തമാനം നൽകുവാൻ എനിക്കും നിങ്ങൾക്കും ഇന്നും സാധിക്കുന്നുണ്ടോ? And so this afternoon we will look at the life of Job. ഇയ്യോബിന്റെ ജീവിതം ഈ സമയം നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And we start first with a New Testament commendation of Job in James chapter 5 verse 10 to 11. ഇയ്യോബിനെ പറ്റി പുതിയ നിയമത്തിൽ നൽകുന്നതായ ഒരു ചിന്ത യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 10-11 വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കട്ടെ. Brothers and sisters, as an example of patience in the face of suffering, take the prophets who spoke in the name of the Lord. As you know, we count as blessed those who have persevered. You have heard of Job's perseverance and have seen what the Lord finally brought about. The Lord is full of compassion and mercy. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 10-11 വാക്യങ്ങൾ. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരുടെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവീൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവൻ അല്ലോ. Job was a believer in the Old Testament. പഴയ നിയമത്തിലെ ഒരു സത്യവിശ്വാസിയായിരുന്നു ഇയ്യോബ്. But the New Testament holds him up as an example for you and for me. എന്നാൽ പുതിയ നിയമം ഇയ്യോബിനെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത് നമുക്ക് എല്ലാവർക്കും അനുഗമിക്കുവാൻ അനുകരിക്കാൻ പറ്റിയ ഒരു ഉദാഹരണമായിട്ടാണ്. James says the prophets spoke the word of the Lord. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, പ്രവാചകന്മാർ ദൈവത്തിന്റെ ദൂത് ലോകത്തെ അറിയിച്ചു. The prophets were also examples of patience in midst of suffering. പ്രവാചകന്മാർ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. And of all the names that the New Testament can mention, it mentions primarily the name of Job. ഇവിടെ നമ്മുടെ മുൻപിൽ പുതിയ നിയമം നൽകുന്നതായ പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയ്യോബിന്റെ പേരാണ്. അദ്ദേഹമാണ് കഷ്ടതയുടെ മുൻപിൽ സഹിഷ്ണുത വരച്ചു കാട്ടിയവൻ. In suffering, Job was a man of perseverance, a man of patience. കഷ്ടതയുടെ മുൻപിൽ സഹിഷ്ണുതയും സ്ഥിരോത്സാഹത്തോടുകൂടെ കഷ്ടതയെ അഭിമുഖീകരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ഇയ്യോബ്. The Bible says that Job persevered in his suffering. കഷ്ടതയിൽ സഹിഷ്ണുത കാട്ടിയവനായിരുന്നു ഇയ്യോബ് എന്ന്
ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. And when it was God's time, ദൈവത്തിന്റെ സമയത്ത് God put an end to his suffering. ദൈവം അവന്റെ കഷ്ടതയ്ക്ക് അറുതി വരുത്തി. And the Bible tells us here that Job had a happy ending to his life. യോബിന്റെ ജീവിതം സുഖപര്യവസാനിയായി സന്തോഷപര്യവസാനിയായി തീർന്നുവെന്ന് വേദപുസ്തകം നമ്മെ അറിയിക്കുന്നു. In James 5, we see both the faithfulness of Job and the faithfulness of God. യോബിന്റെ വിശ്വസ്തതയും ദൈവം ജോബിനോട് കാണിച്ച വിശ്വസ്തതയും പുതിയ നിയമം നമ്മെ അറിയിക്കുന്നു. So the Bible says that Job's life was an example. യോബിന്റെ ജീവിതം ഒരു ദൃഷ്ടാന്തമായി നമുക്ക് കാണാം. So let's now move to some of those examples in Job's life. യോബിന്റെ ജീവിതത്തിലെ ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ വരച്ചു കാട്ടട്ടെ. So we go first to Job chapter 1. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധിക്കാം. And the Bible says in verse 20 to 22 1-ാം അധ്യായം 20-ഉം 21-ഉം 22-ഉം വാക്യങ്ങൾ. that Job lost everything in his life. യോബിന് തന്റെ ജീവിതത്തിൽ തനിക്ക് സ്വന്തമായുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. He lost his possessions. തന്റെ സ്വത്ത് നഷ്ടപ്പെട്ടു. He lost his wealth. തന്റെ സമ്പാദ്യങ്ങളെല്ലാം തനിക്ക് കൈമോശം വന്നു. He even lost his loved ones. താൻ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ മക്കളെ തനിക്ക് നഷ്ടപ്പെട്ടു. He lost everything in life. ലോകപ്രകാരം തനിക്കുണ്ട് എന്ന് ചിന്തിച്ചതെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. But the Bible says in Job 1:22, in all this, Job did not sin by charging God with wrongdoing. 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ഇതിലൊന്നിലും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. Very often, if we lose what is precious to us, the first thing in our heart is to blame God. നാം പലപ്പോഴും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ അമൂല്യമായത് കൈമോശം വരുമ്പോൾ നാം ആദ്യം പരിഭവിക്കുന്നതും കുറ്റം ആരോപിക്കുന്നതും ദൈവത്തോടാണ്. But the Bible says Job lost everything, but he never sinned in blaming God. എന്നാൽ യോബ് തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടിട്ടും ദൈവത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയോ ദൈവത്തെക്കുറിച്ച് ആരോപിക്കുകയോ ചെയ്യുന്നില്ല. Another example is in Job chapter 2, verse 7 to 10. 2-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ഈ ആശയം പറയുന്നു. First, Job lost everything. ആദ്യം തനിക്ക് സകലതും നഷ്ടപ്പെട്ടു. Then Job also lost his health. തനിക്ക് ഇപ്പോൾ തന്റെ ആരോഗ്യം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. Over and above all the tragedies in his life, he also contracted a skin disease. തന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ ദുരന്തങ്ങളോടൊപ്പം തന്നെ തനിക്ക് ഒരു ത്വക്ക് രോഗവും പിടിച്ചിരിക്കുന്നു. And you know, the Bible says Job's wife saw all this and she couldn't stand it anymore. യോബിന്റെ ഭാര്യ ഇതെല്ലാം കണ്ട് ഇതിന്റെ മുൻപിലൊട്ടും തന്നെ പിടിച്ചു നിൽക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. Job's wife said to him, Job, why do you carry on like this? അവൾ അവനോട് പറയുകയാണ്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ, ദൈവത്തെ ത്യജിച്ചു പറഞ്ഞുകൊള്ളുക, മരിച്ചുകൊള്ളുക എന്ന്. Job's wife said, the best thing for you to do, Job, is to curse God and die. ഭാര്യ പറയുകയാണ്, നിനക്ക് ഏറ്റവും അഭികാമ്യമായിരിക്കുന്ന സംഗതി ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചുകൊള്ളുക എന്നുള്ളതാണ്. Then at least you will escape all your sufferings in life. അങ്ങനെ നിന്റെ എല്ലാ ദുരന്തങ്ങളും നിനക്ക് രക്ഷപ്പെടാം. You know what the Bible says? എന്താണ് വേദപുസ്തകം പറയുന്നത്? Job did not listen to his wife. യോബ് തന്റെ ഭാര്യയുടെ ഈ ശബ്ദം, ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നില്ല. I don't know about you, but I know it's dangerous not to listen to your wife. ഭാര്യമാരെ ശ്രദ്ധിക്കാതിരുന്നാലുള്ള അപകടം നിങ്ങൾക്കറിയാമായിരിക്കും. It's dangerous not to listen to your loved ones. ഏറ്റവും അടുത്ത ആളുകളെ ശ്രദ്ധിക്കാതിരിക്കുന്നത് തീർച്ചയായും അപകടകരമാണ്. And in some families, it's dangerous not to listen to your husband. ഭർത്താവിനെ ശ്രദ്ധിക്കാതിരിക്കുന്നത് ഭാര്യയ്ക്ക് അപകടകരമാണ്. But the Bible shows us that Job feared God more than he feared his wife. എന്നാൽ വേദപുസ്തകം പറയുകയാണ്, യോബ് തന്റെ ഭാര്യയെക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്തുകൊണ്ട് അവൻ തന്റെ ഭാര്യയുടെ വാക്ക് ശ്രദ്ധിക്കുന്നില്ല. I love what the Bible says in Job chapter 2, verse 10. He told his wife, you are talking like a foolish woman. Shall we accept good from God and not trouble? In all this, Job did not sin in what he said. 10-ാം വാക്യം 2-ാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു, അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. Now some of you may be thinking, I know why Job is thinking like that. എന്തുകൊണ്ടാണ് യോബ് അപ്രകാരം ചിന്തിച്ചതെന്ന് ഞാനും ഒരു ചോദ്യം രൂപേണ ചിന്തിക്കുകയാണ്. He is living as though there is no pain in his life.
തൻ്റെ ജീവിതത്തിൽ യാതൊരു വേദനയുമില്ല എന്ന നിലയിൽ അദ്ദേഹം ജീവിക്കുകയാണ്. He is living in a state of denial. തള്ളപ്പെടലിന്റെ ഒരു അവസ്ഥയിൽ കൂടി താൻ കടന്നു പോകുന്നു. He is lying to himself. താൻ തന്നോട് തന്നെ ഒരു രീതിയിൽ കള്ളം പറയുകയായിരിക്കാം. He's saying, my troubles are not real. എൻ്റെ മുൻപിൽ ഞാൻ അഭിമുഖീകരിക്കുന്നതായ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യമാണോ എന്ന് തന്നെ ഒരുപക്ഷെ താൻ ചിന്തിച്ചിരിക്കാം. My troubles are not important. എൻ്റെ വേദനകൾ എനിക്ക് അത്ര പ്രാധാന്യമുള്ളതല്ല. That's why he can appear to be so strong. അതുകൊണ്ടായിരിക്കാം യോബ് അത്രമാത്രം ശക്തിയോടെ ഇതിനെ നേരിടുന്നത്. And some people look strong. ചില ആളുകൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിനെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കാറുണ്ട്. They act as though the sufferings in their life are not real and not important. തങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നതായ വേദനകൾ യാഥാർത്ഥ്യമല്ല എന്ന നിലയിൽ ചിലർ അതിനെ അഭിമുഖീകരിക്കാറുണ്ട്. But I want you to know that this is not the case for Job. എന്നാൽ യോബിനെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യബോധം ഇല്ലാതെയുള്ള ഒരു ചിന്തയല്ല ഇത്. Listen to chapter 3 verse 1. 3-ാം അധ്യായം 1-ാം വാക്യം നോക്കുക. After this, Job opened his mouth and cursed the day of his birth. അനന്തരം യോബ് വായ് തുറന്ന് തന്റെ ജന്മദിവസത്തെ ശപിച്ചു. And look at verse 11 of chapter 3. 11-ാം വാക്യം 3-ാം അധ്യായം, ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞതെന്ത്, ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നതെന്ത്. Why did I not perish at birth and die as I came from the womb? ഞാൻ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ എന്തുകൊണ്ട് ഞാൻ മരിച്ചുപോയില്ല. Job obviously knew the reality of his own pain. തന്റെ വേദനയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് തനിക്ക് വ്യക്തതയോടെ തിരിച്ചറിയാമായിരുന്നു. He was not living in denial. അവൻ യാഥാർത്ഥ്യബോധമില്ലാതെ ജീവിക്കുന്ന ആളല്ലായിരുന്നു. Here was a man who knew the pain he was going through, but yet he remained faithful to God. താൻ കടന്നു പോകുന്ന താൻ അനുഭവിക്കുന്ന വേദന വ്യക്തതയോടെ അറിഞ്ഞിട്ടും ദൈവത്തെ ഒട്ടും തന്നെ പരിത്യജിക്കാത്ത ഒരു മനുഷ്യനെ യോബിൽ നാം കാണുന്നു. But more than that, this suffering helped Job to realize his spiritual need in the midst of his pain. ഈ വേദനയുടെ മധ്യത്തിൽ തന്നെ തനിക്ക് തന്റെ ആധ്യാത്മികമായ ആവശ്യങ്ങളെ തിരിച്ചറിയുവാനും സാധിക്കുന്നു. And so we go to Job chapter 9. 9-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരിക. And he asked the first question in verse 9:1. 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ യോബ് ഇപ്രകാരം ചോദിക്കുന്നു. Job replied, verse 2, indeed, I know that this is true, but how can mere mortals prove their innocence before God? അത് അങ്ങനെ തന്നെ എന്ന് എനിക്കും അറിയാം നിശ്ചയം. ദൈവസന്നദ്ധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ എന്ന് യോബ് ചോദിക്കുന്നു. Here was Job realizing his great spiritual need. തന്റെ ആധ്യാത്മികമായ വലിയ ആവശ്യം യോബ് ഇവിടെ തിരിച്ചറിയുകയാണ്. He knew he was in pain. താൻ വേദനയിൽ കൂടി കടന്നു പോകുന്ന എനിക്കറിയാം. He knew that life was miserable for him. തന്റെ ജീവിതം ദുരന്ത പര്യവസാനിയായി തീരുമോ എന്ന് പോലും താൻ സംശയിക്കുകയാണ്. And he asked the most important question. എന്നാൽ ഇവിടെ വളരെ അർത്ഥവത്തായ വളരെ അമൂല്യമായ ഒരു ചോദ്യം താൻ ചോദിക്കുന്നു. How can I stand before God and appear innocent? ഞാൻ എപ്രകാരം ദൈവത്തിന്റെ മുൻപിൽ നിൽക്കും? Later on in Job chapter 9 verse 32 to 34. 9-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങളിൽ Job cries for a mediator between God and man. യോബ് തനിക്കും ദൈവത്തിനും ഇടയിൽ ഒരു മധ്യസ്ഥന് വേണ്ടി കരയുന്നതായി നാം വായിക്കുന്നു. God is not mere mortal like me, that I might answer him, that we might confront each other in court. If only there was someone to mediate between us, someone to bring us together, someone to remove God's rod from me, so that his terror would frighten me no more. 32 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ അവനോട് പ്രതിവാദിക്കേണ്ടതിനും ഞങ്ങൾ ഒരുമിച്ച് ന്യായവിസ്താരത്തിന് ചെല്ലേണ്ടതിനും അവൻ എന്നെ പോലെ മനുഷ്യനല്ലല്ലോ. ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല. It was his sufferings in life that opened his eyes to see his spiritual need. തന്റെ ആധ്യാത്മികമായ ആവശ്യം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് യോബ് ഇപ്പോൾ എത്തിച്ചേരുകയാണ്. How can I appear before God and be innocent? എപ്രകാരം ഞാൻ ദൈവത്തിന്റെ മുൻപിൽ നിന്ന് എൻ്റെ നിഷ്കളങ്കത്വം തെളിയിക്കുവാൻ എനിക്ക് കഴിയും? How can I appear before God and not be guilty? കുറ്റവാളിയല്ല എന്ന് ദൈവം മുൻപിൽ നിന്ന് തെളിയിക്കുവാൻ എനിക്ക് എങ്ങനെ സാധിക്കും? And he said, I wish there was someone between me and God. താൻ ആഗ്രഹിക്കുകയാണ് തനിക്ക് വേണ്ടി പ്രതിവാദം നടത്തുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. Someone who can bring us together. ഞങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുവാൻ ആരെങ്കിലും മധ്യസ്ഥനായി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നുള്ള അതിയായ ആഗ്രഹം ഇവിടെ യോബ് പ്രകടിപ്പിക്കുകയാണ്. So Job saw, even in Old Testament days, the need for a mediator between God and men.
ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ ഒരു മധ്യസ്ഥന്റെ ആവശ്യം എന്ന രീതിയിൽ പഴയ നിയമപുസ്തകത്തിലും ഒരു ചിന്തയുണ്ടെന്ന് ഇയ്യോബ് നമ്മെ ഓർപ്പിക്കുകയാണ്. Fourthly, we also notice that Job became wiser as he suffered before God. താൻ ദൈവസന്നദ്ധിയിൽ കഷ്ടതയിൽ കൂടെയും ശോധനയിൽ കൂടെയും കടന്നു പോകുന്നതിൽ കൂടെ താൻ അധികം ജ്ഞാനമുള്ളവനായി പക്വതയുള്ളവനായി മാറ്റപ്പെടുകയാണ്. Job 14 verse 1 and 2 has this to say. 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ He says, mortals born of woman are of few days and full of trouble. They spring up like flowers and wither away. Like fleeting shadows, they do not endure. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. Job realized this, that life is but for a moment. മനുഷ്യ ജീവിതം ക്ഷണികമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് താൻ ഇപ്പോൾ എത്തിച്ചേരുകയാണ്. This life in this world is not forever. ഈ ലോകത്തിലെ ജീവിതം, ഇഹലോക ജീവിതം നിത്യമല്ലെന്നുള്ള തിരിച്ചറിവിലേക്ക് താൻ നീങ്ങുകയാണ്. It took pain and suffering for Job's eyes to be open to know that everything in this world is but for a moment and is not forever. ഈ ലോക ജീവിതവും ഇതിന്റെ ചുറ്റുപാടുകളും ക്ഷണികമാണെന്ന് തിരിച്ചറിവിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം യോബിന് ഇത്രമാത്രം കഷ്ടതയിൽ കൂടി കടന്നു പോകേണ്ടി വന്നിരിക്കുന്നു. It was this suffering and pain that brought Job to a place where he asked a very important question in his life. തന്റെ ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു ചോദ്യം ചോദിക്കുവാൻ തക്കവണ്ണമുള്ള അവസ്ഥയിൽ ഇപ്പോൾ യോബ് എത്തിച്ചേരുകയാണ്. And that question is in Job 14 verse 14. 14 അധ്യായം 14 വാക്യത്തിൽ. And this is the question, if a man die, shall he live again? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. Is there life after death? ഈ മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടോ എന്ന് യോബ് ചോദിക്കുകയാണ്. Is there life beyond the life here in this world? ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് യോബ് എത്തിച്ചേരുകയാണ്. Only a man that has gone through much suffering in his life will want to ask that question. ഇത്രമാത്രം കഠിന ശോധനയിൽ കൂടി കടന്നുപോയ ഒരാളാണ് ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് നാം മനസ്സിലാക്കണം. For people who live in comfort every day in this world, they do not want the comfort of this world to come to an end. സുഖസാന്ദ്രമായ ജീവിത രീതിയിൽ ദൈനംദിനം കഴിഞ്ഞു പോകുന്ന ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. But the bitterness of life has taught Job that this world and this life is not forever. And the important question we must ask then is there life after death? If a man die, shall he live again? എന്നാൽ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളും തിക്തമായ സാഹചര്യങ്ങളും ഈ ചോദ്യത്തിലേക്ക് തന്നെ നയിക്കുന്നു. നാമും ഇത് ചോദിക്കുക, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? At this time you want to ask yourself the question, what is the secret of Job's resilience? എന്തുകൊണ്ടാണ് താൻ ഇത്രമാത്രം കഷ്ടതയിൽ കൂടി കടന്നുപോയപ്പോഴും താൻ തന്റെ വിശ്വാസം കൈവിടാതെ വണ്ണം പിടിച്ചു നിന്നതെന്ന് ഒരു പക്ഷെങ്കിൽ നാം ചോദിക്കാം. He went through so much. ധാരാളമായ കഷ്ടതയിൽ കൂടെ, അതികഠിനമായ ശോധനയിൽ കൂടെ യോബ് കടന്നുപോയിരിക്കുകയാണ്. He went through so much and he kept his faith. എന്നാൽ ഈ അതികഠിനമായ ശോധനയിലും വിശ്വാസം കൈമോശം വരാതെ കൈവിടാതെ തക്കവണ്ണം താൻ സൂക്ഷിക്കുകയാണ്. He went through so much, he kept his faith and it made him a wiser man. താൻ തന്റെ വിശ്വാസം കാത്ത് വിവേകമതിയായി പക്വമതിയായി മാറ്റപ്പെടുകയാണ്. Sometimes we go through suffering, it does not make us wise, it makes us more foolish. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വർദ്ധിച്ചു വരുമ്പോൾ നമ്മെ വിവേകമതികളാക്കി തീർക്കാറില്ല, നാം പലപ്പോഴും മൗഢ്യത്തിൽ എത്തിച്ചേരാറുണ്ട്. But Job lived his life before God. എന്നാൽ യോബ് തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് നൽകുകയാണ്. In the midst of his suffering, he became wiser. ജീവിതത്തിന്റെ വേദനയുടെ മധ്യത്തിൽ ഒരു പക്വമതിയായ വിശ്വാസിയെ നാം ഇവിടെ കാണുന്നു. So what was the secret of Job's resilience and strength? ഈ പിടിച്ചു നിൽക്കലിന്റെ ഈ സ്ഥിരമായുള്ള വിശ്വാസ സൂക്ഷിപ്പിന്റെ കാരണം എന്തെന്ന് നാം തിരിച്ചറിയണം. And Job speaks forth about his resilience and strength. ഈ ഒരു സ്ഥിരമായ വിശ്വാസ സൂക്ഷിപ്പിനെ, വിശ്വാസ യാത്രയെക്കുറിച്ച് യോബ് നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്. In Job chapter 16 verse 15 to 22. 16 അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. In verse 15 and 16 he speaks about the misery of his life. 15 16 വാക്യങ്ങളിൽ, 16 അധ്യായം 15 16 വാക്യങ്ങളിൽ തന്റെ ജീവിതത്തിന്റെ അതികഠിനമായ ശോധനയെക്കുറിച്ച് താൻ വിവരിക്കുകയാണ്. That the story of his life was a story of many tears. ധാരാളം കണ്ണുനീരിന്റെയും കഥനത്തിന്റെയും കഥയാണ് തന്റെ ജീവിതമെന്ന് യോബ് നമ്മോട് പറയുന്നു. Some people's stories have no tears.
ചിലരുടെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ അനുഭവമില്ല. But others, their life story is full of tears. എന്നാൽ മറ്റൊരു കൂട്ടം ആളുകളുടെ ജീവിതം പരിശോധിച്ചാൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരിന്റെ അനുഭവമായി മാറിയ ജീവിതങ്ങളാണ്. So what was it that saw Job through? എന്തുകൊണ്ടാണ് യോബിന്റെ ജീവിതം ഇപ്രകാരമായത്? I read to you verse 18 to 21. 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. Earth, do not cover my blood. May my cry never be laid to rest. Even now my witness is in heaven. My advocate is on high. My intercessor is my friend. As my eyes pour out tears to God, on behalf of a man, he pleads with God as one pleads for a friend. അയ്യോ ഭൂമിയെ, എൻ്റെ രക്തം മൂടരുതേ, എൻ്റെ നിലവിളിയെങ്ങും തടഞ്ഞു പോകരുതേ. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. എൻ്റെ കണ്ണോ ദൈവത്തിങ്കിലേക്ക് കണ്ണുനീർ പൊഴിക്കുന്നു. അവൻ മനുഷ്യനു വേണ്ടി ദൈവത്തോടും മനുഷ്യപുത്രനു വേണ്ടി അവൻ്റെ കൂട്ടുകാരനോടും ന്യായവാദം കഴിക്കും. Job went through so much in life. ജീവിതത്തിൽ അനുഭവിക്കേണ്ടതെല്ലാം താൻ അനുഭവിച്ചു കഴിഞ്ഞു. What was it that saw him through? എന്നാൽ ഇതിന്റെ മധ്യത്തിൽ തന്നെ പിടിച്ചു നിന്നതായ സത്യം എന്താണ്? This is the testimony of Job. ഇതാണ് യോബിന്റെ സാക്ഷ്യം. He says, I know. അവൻ പറയുകയാണ്, എൻ്റെ സാക്ഷി സ്വർഗത്തിലും. I know this one thing. ഒരു കാര്യം എനിക്കറിയാം. I have a friend in heaven. എനിക്ക് സ്വർഗത്തിൽ ഒരു സുഹൃത്തുണ്ട്, ഒരു നല്ല സഖിയുണ്ട്. I have a friend in heaven and he's a witness to all the things I'm going through. ഞാൻ കടന്നുപോയ എല്ലാ കാര്യങ്ങളെയും വ്യക്തതയോടെ തിരിച്ചറിയുന്ന ഒരാൾ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിക്കുന്നു. There is a friend, there is someone in heaven and he's watching me even right now. ഇപ്പോഴും എന്നെ സശ്രദ്ധം വീക്ഷിക്കുന്ന ഒരാൾ എനിക്ക് വേണ്ടി സ്വർഗോന്നതകളിൽ വസിക്കുന്നുവെന്ന് യോബ് പ്രഖ്യാപിക്കുകയാണ്. He's my witness. അവൻ എൻ്റെ ജാമ്യക്കാരനാണ്. He sees everything I'm going through. ഞാൻ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും വളരെ വ്യക്തതയോടെയും സ്പഷ്ടതയോടെയും കൂടെ തിരിച്ചറിയുന്നവനാണ് അവൻ. He's my advocate. അവൻ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന എൻ്റെ നല്ല വക്കീലാണ്. He defends me. അവൻ എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിരന്തരമായി സംവാദിക്കുന്നു. He is my intercessor. അവൻ എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുന്നവനാണ്. He prays for me. അവൻ എനിക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. As tears come down my eyes, he's praying for me. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുമ്പോൾ എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവൻ അവൻ ജീവിക്കുന്നു. On behalf of a man, he pleads with God as one pleads for a friend. ഒരാൾ തന്റെ സുഹൃത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നത് പോലെ ഇതാ അവൻ എനിക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുകയാണ്. How did Job survive his suffering? എങ്ങനെയാണ് യോബ് തന്റെ കഠിനമായ ശോധനകളെ അതിജീവിച്ചത്? He knew in his heart of a great spiritual reality. വളരെയേറെ ശക്തമായ ഒരു ആധ്യാത്മിക സത്യം യോബിന്റെ തന്റെ ഉള്ളിൽ അറിയാമായിരുന്നു. Something was sustaining him. തന്നെ പിടിച്ചു നിർത്തി എന്തോ ഒരു ശക്തി തന്റെ ഉള്ളിൽ നിരന്തരമായി തന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. Something was holding him up in the midst of his pain and trials. തന്റെ വേദനയുടെയും ശോധനകളുടെ മധ്യത്തിൽ തന്നെ പിടിച്ചു നിർത്തിയതായ ഒരു ശക്തി തന്നിൽ ഉണ്ടായിരുന്നു. He felt in his heart very deeply that he had a friend in heaven who was looking out for him. ഹൃദയം തട്ടി യോബ് പറയുകയാണ്, എനിക്ക് സ്വർഗത്തിൽ ഒരു സുഹൃത്ത്, ഒരു ജാമ്യക്കാരൻ ഇന്നും ജീവിക്കുന്നു. A defender. എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ, An intercessor. മധ്യസ്ഥനായി എനിക്ക് വേണ്ടി നിൽക്കുന്നവൻ. And because of this deep conviction in his heart of this spiritual reality, Job had strength and resilience to go through all trials. ഈ ഒരു ആധ്യാത്മിക ബോധ്യം തനിക്കുള്ളത് കൊണ്ടാണ് ഈ ശോധനകളുടെ എല്ലാ മധ്യത്തിൽ വിശ്വാസം കൈവിടാതെ വണ്ണം യോബ് പിടിച്ചു നിന്നെന്ന് മനസ്സിലാക്കണം. This is a secret of Job's resilience and strength. ഇതാണ് യോബിന്റെ ശക്തിയുടെയും വിശ്വാസ തീഷ്ണതയുടെയും പിടിച്ചു നിൽപ്പിന്റെയും കാരണം. Because of that, Job's faith was strengthened and saw him through. ഇതുമൂലം തന്റെ വിശ്വാസം ദൈനംദിനം ശക്തിപ്പെടുകയും താൻ ശക്തിമാനായി തീരുകയും ചെയ്യുന്നു. And so in Job chapter 19, Job made a declaration of his own faith. 19-ാം അധ്യായത്തിൽ യോബ് ശക്തമായ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. Here was a man going through pain and trial in life. ജീവിതത്തിൽ പരിശോധനകൾ കൂടിയും വേദനയിൽ കൂടിയും കടന്നുപോയ ഒരു മനുഷ്യൻ. It sounds like God has forgotten about him. ദൈവം തന്നെ കൈവിട്ടു കളഞ്ഞുപോയോ എന്ന് ചിന്തിച്ചതായ സാഹചര്യത്തിൽ He goes through trials and suffering in life
and God doesn't seem to change things for him. ദൈവം തമ്പുരാൻ തന്റെ ജീവിതത്തിന്റെ കഠിനമായ അനുഭവങ്ങളെ മാറ്റുന്നില്ല എന്ന് ചിന്തിച്ചു പോയ സാഹചര്യത്തിൽ In the midst of the silence of God, he had one deep conviction. ദൈവത്തിന്റെ നിശബ്ദതയുടെ മുൻപിലും ആഴമായ ബോധ്യം കാത്തു സൂക്ഷിച്ചവനായ ഇയ്യോബ്, He knew in his heart that he had a friend in heaven praying for him and watching over him. തനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ആത്മസഖി തനിക്ക് വേണ്ടി മധ്യസ്ഥനായി കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് തനിക്ക് ലഭിച്ചിരിക്കുന്നു. Because of this deep assurance in his heart, Job kept his faith. ഈ വലിയ ഉറപ്പാണ് ഇയ്യോബിന്റെ വിശ്വാസ തീഷ്ണതയ്ക്ക് കാരണമായി തീർന്നത്. ഞാൻ ചോദിച്ചതിലും ഞാൻ നനച്ചതിലും എത്ര അതിശയമായി നടത്തി എന്റെ